ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളെ മൂന്നാറത്തെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഒക്കെ എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. ഇന്ന് അങ്ങോട്ടേക്ക് പോകാനൊക്കെ അവിടെയൊക്കെ കറങ്ങാനൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ ഇത് നമ്മളെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് എടുത്തൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ ബാൽക്കണിയിലാണ് കേട്ടോ. ഇവിടെ ടീ പോയും പിന്നെ 2 കസേരയൊക്കെ ഉണ്ട് ഇരിക്കാൻ. നല്ല വൈബായി. ഉള്ളിലെല്ലാവരും പോവാൻ റെഡി ആവലാണ്. ബെഡൊക്കെ ബാഗോണം നിറഞ്ഞിരിക്കണം കേട്ടോ. എല്ലാവരും ബാഗോണം വെച്ചിട്ട് ഒരു 7 മണി കഴിപ്പോൾ ഞങ്ങളെല്ലാവരും റൂമിൽ നിന്ന് ഇറങ്ങി. മിസ് എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞിരുന്നു കേട്ടോ. എളുപ്പം പോകണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി. അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ബസ് കയറി. ഇന്ന് രാവിലെ ഒരു 4:30 ആയപ്പോഴാട്ടോ ഇവിടെ എത്തിയത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നാണ്ട് ഉറങ്ങിയിട്ടില്ല സംഭവം. ഇവിടെ എത്തിയിട്ട് റൂമിലെത്തിയിട്ട് പിന്നെ ഞങ്ങളിപ്പോൾ ബസ് കയറിയാണ്ട് എല്ലാവരും പോവുകയാണ്. ഞങ്ങൾ പോകണത് തന്നെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ സാറൊക്കെ പറഞ്ഞു ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ചാടി കളിക്കാറുണ്ട്. ഇപ്പോൾ ചാടി കളിക്കാതെ നിൽക്കുകയാണ്. ഞങ്ങൾ പോയത് സഫയർ പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ ഫുള്ള് ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് എന്ന പോലെയാണ്. മുമ്പിൽ തന്നെ ഫുള്ള് ഇപ്പോൾ ബസ്സോട് നിറഞ്ഞു കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ അതാ നിങ്ങളൊക്കെ കണ്ടൊക്കെ വീഡിയോയിലൊക്കെ ഓളിങ്ങനെ ഓരോന്ന് പറയാൻ കേട്ടോ ക്യാമറയ്ക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഫുഡിന് വരി ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഓരോ സ്കൂളിൽ ഇങ്ങനെ നിൽക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വേറൊരു സ്കൂളാണ്. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ സ്കൂളിലത്തെ കുട്ടികൾക്ക് കഴിയാനേക്കണ്. ഓലത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കയറിയിട്ടുള്ളക്ക് ഇങ്ങനെ വരുന്ന ഇങ്ങനെ പോകണം. ഏതായാലും അങ്ങനെ ഞങ്ങൾ വാങ്ങി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പം, നൂൽപുട്ടും പൊറാട്ടയും പുട്ടാണുള്ളത്. ബട്ട് ഞാൻ പൊറാട്ടയും പുട്ട് വാങ്ങിയിട്ടില്ല. ഞാനൊരു പാലപ്പം ഒരു നൂൽപുട്ടും വാങ്ങി. പിന്നെ കറികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കടലക്കറി, വെജിറ്റബിൾ കുറുമ, പിന്നെ മുട്ടക്കറിയാണുള്ളത്. അത് 3 വെച്ച് നിന്ന് കേട്ടോ. ഫുഡൊക്കെ ഏതായാലും അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കുന്നതിന് ഇടയിൽ നമുക്ക് ചായ കൊണ്ടുവന്ന് കേട്ടോ. കോഫിയും പാൽ ചായ ഉണ്ട്. എനിക്ക് ചായ മതി പറഞ്ഞു. അങ്ങനെ ഞാൻ ചായ കുടിച്ചു. അങ്ങനെ എല്ലാവരുടെ ഇവിടെ ഇപ്പോൾ ഫുഡ് കഴിച്ചു കേട്ടോ. പക്ഷെ തീയൻ്റെ എപ്പോഴും കഴിഞ്ഞിട്ടില്ല. അത് എപ്പോഴൊന്നും കഴിയൂല. ഞങ്ങളങ്ങനെ ഓളെ കാത്തുനിന്ന് പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടുന്ന് നോക്കാൻ നല്ല വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നല്ല അടിപൊളി മലകളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വണ്ടിയിലെല്ലാവരും കയറി യാത്ര തുടങ്ങി കേട്ടോ. പാട്ടൊക്കെ ഇങ്ങനെ കളിക്കാൻ അവിടെ. പിന്നെ രാവിലെ വെയിലുണ്ടെങ്കിലേ അതിൻ്റെ ചൂടുണ്ടായി നമുക്കറിയില്ല കേട്ടോ. അത്രക്കും തണുപ്പാണ്. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ. പിന്നെ ആണെങ്കിൽ അവിടെ മൊത്തം മലകളാണ്. പാറയും മലയും നല്ല രസമുണ്ടോ കാണാൻ. ഏതായാലും അടിപൊളി നല്ല വൈബ് സ്ഥലമാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. അതേമാതിരി തന്നെ നല്ല വ്യൂ ഉണ്ട്. എന്തായാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു മൂന്നാർ. പിന്നെ ഞങ്ങൾക്കൊക്കെ അറിയുണ്ടാവില്ല അവിടെ തേയിലത്തോട്ടാണ് മെയിൻ എന്ന്. തേയിലത്തോട്ടാണ് കണ്ടത് നമുക്ക് ഒരു മനസ്സിനൊരു സുഖമല്ലേ, നല്ല ചുരുക്കല്ലേ കാണാൻ. ഞാനിങ്ങനെ ഓരോ അടിപൊളി സ്ഥലം ഇങ്ങനെ വരുമ്പോഴേ വീഡിയോ ഇങ്ങനെ എടുക്കുകയാണ്. ഫോൺ കയ്യിൽ നിന്ന് വെക്കാനൊന്നും നിൽക്കണില്ല. ഫുൾ അടിപൊളി സ്ഥലമായോണ്ടേ അങ്ങനെ എടുക്കുക തന്നെയാണ്. ഇവിടെയൊക്കെ കാണാൻ എന്താ ചുരുക്കെന്ന് അറിയാം. ആ മലയൊക്കെ നോക്കി നിങ്ങൾ. ഞങ്ങളിപ്പോൾ പോയത് തന്നെ മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്കാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് നമ്മളിങ്ങനെ ക്യൂ നിൽക്കണം. അപ്പോൾ ഞങ്ങളങ്ങനെ ക്യൂ ഒക്കെ നിന്ന് അങ്ങനെ ഉള്ളിലെത്തിയിട്ട് ഉള്ളിൽ നല്ല വൈബ് കേട്ടോ. ആദ്യം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകണം. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ബസ് കയറി പോകലാണ്. അങ്ങനെയാണ് പറഞ്ഞത്. ഈ ഒരു ഹാളിലാണെങ്കിൽ പല പല ഗെയിംസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ 3D ഷോ ഒക്കെ ഉണ്ട്. അതിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരുന്നിങ്ങനെ കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ പോയിട്ട് അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകണം. എന്നിട്ട് കുറേ സ്റ്റെപ്പൊക്കെ കയറാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കയറി പോകണം. അവിടെ നിന്നാണെങ്കിൽ കാണാൻ ഭയങ്കര വ്യൂ ആണ് കേട്ടോ. ആ സ്റ്റെപ്പിന് കയറി അവിടെ നിന്ന് എത്തിയാലേ നല്ല വ്യൂ ആണ് അവിടെ നിന്ന് കാണാൻ. പുറത്തേക്ക് നോക്കിയാൽ ഫുൾ അടിപൊളി സൈറ്റ്സ് ആണ് കേട്ടോ. പിന്നെ അവിടെ നിന്നും കുറേ ചെടികളൊക്കെ കാണാൻ ഇങ്ങനെ പോകണം. അങ്ങനെ പോയി ചുറ്റി വന്നിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഇരവികുളം ബസ്സിൽ കയറിയിട്ട് ആ പാർക്കിലേക്ക് പോവുക. ഇവിടെ കയറിയിട്ട് ഓരോ ചെടികൾ കണ്ടപ്പോഴേ ഒക്കെ നമ്മളെ നാട്ടിലെ ചെടിനെ മാറിയിട്ട് എനിക്ക് തോന്നിയത്. അതിനിപ്പോൾ ഓരോട് പോയി പറയാൻ പറ്റില്ലല്ലോ. ഓലതിനാണെങ്കിൽ വേറെ വേറെ എന്തൊക്കെയോ പേരൊക്കെ ഇട്ടിക്കണ്. ഇതേമാതിരി ചെടി നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിക്കണ്. ഇവിടെയാണെങ്കിൽ ഈ ഒരു ബസ്സിൽ കയറിയാണ്ട് നാഷണൽ പാർക്കൊക്കെ പോകാനേ ഭയങ്കര വലിയൊരു വരിയാണ് കേട്ടുള്ളത്. കുറേ നല്ലോണം വലിയ ക്യൂ ആണ്. അപ്പം പിന്നെ ഞങ്ങളങ്ങനെ നിന്നാണ്ട് അവസാനം ഞങ്ങൾക്കില്ല ബസ്സൊക്കെ കിട്ടിയിട്ടോ. ഞങ്ങളങ്ങനെ കുറച്ചൊക്കെ തല്ലൊക്കെ ഉണ്ടാക്കിയാണ്ട് അങ്ങനെ കയറി. ഞങ്ങളുടെ ഇടയിൽ കുറച്ച് ആൾക്കാർ കയറി. അപ്പോൾ സാറൊക്കെ ചീത്ത പറഞ്ഞു. അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ അങ്ങനെ എന്തൊക്കെയോ ആയതുകൊണ്ട് ബസ് കയറി. ഇവിടുന്ന് നല്ല കാഴ്ചയാണ് നമുക്കിങ്ങനെ കണ്ടു പോവാട്ടോ. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, മൂന്നാറല്ലേ, നല്ല നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടാവില്ലേ. ഫസ്റ്റ് ഡേ നമ്മളങ്ങനെ മൂന്നാർ കണ്ടിട്ട് 2ാമത്തെ ദിവസം ഡാമക്കൽമേടക്ക് പോകാനായിട്ട് പ്ലാന്. ഇവിടെ എനിക്കിപ്പോൾ നല്ല അടിപൊളി പാറയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ഇന്ന ഭാഗത്താണെങ്കിൽ ഫുള്ള് തേയിലത്തോട്ടാണ് കേട്ടോ. എന്നാണെങ്കിൽ ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ ഫുള്ള് മല, പാറ അങ്ങനത്തെയൊക്കെയാണ്. എനിക്ക് അവിടെ ഇരിക്കാൻ പൂതിയാവും കേട്ടോ. എന്താ ഇപ്പോൾ കാട്ടെ ഇവിടെ നിന്ന് പോയില്ല. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നീച്ചാൽ പിന്നെ എനിക്ക് ഇവിടെ ഇരിക്കാൻ സീറ്റ് കിട്ടൂല. അതിനോട് ഞാൻ നീച്ചണമില്ല.
ഈ കാഴ്ചകളൊക്കെ നമ്മൾ ഫോണിൽ ഇങ്ങനെ കാണാറ് നല്ലത് നേരിട്ട് കാണാം കേട്ടോ. എന്താ രസമെന്നറിയോ, അടിപൊളിയാണ്. ക്യാമറ ഒന്ന് ഓഫാക്കാൻ നിൽക്കുമ്പോഴത്തേന് അടുത്ത സൈറ്റ് വരികയാണ് കേട്ടോ, അടിപൊളി. ഇതിപ്പോൾ നോക്കി, ഇതിപ്പോൾ ഞങ്ങളെ സൈഡിൽ തന്നെയാണ് കേട്ടോ, ഞങ്ങൾ ഇരിക്കുന്ന സൈഡിൽ തന്നെയാണ് ഈ ഒരു കാഴ്ച വന്നിക്കുന്നത്. എനിക്ക് നന്നായിട്ടാണ് ഇഷ്ടപ്പെട്ടത്. നോക്കി ആ മലയൊക്കെ എന്താ ചുരുക്കില്ലേ, ഐഷ് മലയല്ല പാറ, എന്താ വൈബ്. ആ നാഷണൽ പാർക്കിലെത്താനേ കുറേ പോവാണ് കേട്ടോ ഈ ബസ്സിൽ. ആ കാണുന്ന റോഡ് കൂടിയൊക്കെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇതൊക്കെ അങ്ങനെ പോരണം ബസ് ആണ് കൂട്ടിമുട്ട, പിന്നെ കഴിഞ്ഞ കഥ. പിന്നെ പോണ വഴിക്കൂടെ ചില പാറമെന്നൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ചെറുക്ക്, നേരത്തെ കാണാണ്ട് അതിൻ്റെയൊക്കെ ഒരു വൈബ് ശരിക്കും. അങ്ങനെ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തിയിട്ട് അൽഹംദുലില്ലാ അവിടെ എത്തി കിട്ടി. ഞങ്ങളങ്ങനെ ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങി. പിന്നെ അങ്ങോട്ട് നടക്കാനും തുടങ്ങി കേട്ടോ. ഇവിടുന്ന് ഒരു ലോഡ് നടക്കാണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എത്ര നടക്കാണ്ടെന്ന് നോക്കാം നമുക്ക് ഏതായാലും. പിന്നെ പോണേക്കൂടെ കുറേ സൈപ്പാളും മദാമാളൊക്കെ ഉണ്ട്. ഇവിടുന്ന് മറ്റേ ഒരു ടൈപ്പ് ഇതില്ലേ, ഒരാട്, അതിനെ ഇവിടുന്ന് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇങ്ങനെ കയറിയപ്പോൾ അവിടെ കണ്ടീന് കേട്ടോ, പക്ഷെ അതിനെ ക്യാമറയിൽ കാണില്ല, ഏറ്റവും മേലേനി. നമുക്ക് അവിടുത്തെ വരെ ഇനി നടക്കാനാണ്, അവിടുന്ന് കാണാം. അപ്പം അങ്ങനെ നടന്ന് അവിടെ എത്തീന് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഉണ്ട് ഈ ആട് അവിടെ തന്നെ നിൽക്കണ്ടേനി. അങ്ങനെ അവിടെ നിൽക്കട്ടെ, ഞങ്ങളെല്ലാവരും നോക്കി ഇങ്ങനെ നിൽക്കേനി. പിന്നെ അങ്ങനെ കുറച്ച് പോയപ്പോൾ ശുദ്ധ വെള്ളം വരുന്നുണ്ട് അവിടുന്ന്. ഈ മലമെന്ന് ഒലിച്ചു വരുന്ന ശുദ്ധ വെള്ളം ഉണ്ടല്ലോ, വെള്ളച്ചാട്ടം, അതിങ്ങനെ ഒലിച്ചു വരണ്ടേനി. അത് ഇവിടെ പൈപ്പ് ഇട്ട് കേട്ടോ, നമുക്കിങ്ങനെ ഇഷ്ടമാത്ര കുളിക്കുക, വെള്ളം നിറച്ചെടുക്കുക, അങ്ങനെയൊക്കെ കാട്ടാം. ഇനിയിപ്പോൾ കുപ്പി കൊണ്ടിങ്ങനെ അതിൽ നിറച്ചൊക്കെ എടുക്കാം കേട്ടോ. എന്തായാലും നല്ല തണുപ്പിലെ വെള്ളം. നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് തണുപ്പൊക്കെ ഉണ്ടേനി. പിന്നെ അപ്പോൾ അതിൻ്റെയും മിൻഹൻ്റെ ഓരോ കോപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നെ കാണാം കേട്ടോ. ഈ സ്ഥലത്തുണ്ട് നമ്മളെ മറ്റേ നീലക്കുറിനെയൊക്കെ കാണാൻ പറ്റിയ, പക്ഷെ ഇപ്പം അതിൻ്റെ കാലമില്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് ഓരോ കണ്ടറിന് ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കി തന്നതിന് ഇരിക്കാനൊക്കെ പറ്റിയത്. കുറേ നടക്കാണ്ട്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഇങ്ങനത്തെ ഒരു വീട് കാണാം കേട്ടോ. പിന്നെ ഈ ഒരു ആടിനെ കണ്ട് പേടിച്ചാനായിട്ട് ഞങ്ങൾ മൊത്തം അവിടെ നിൽക്കുന്നത്. ഞാനൊരു കൂസില്ലാതെ ആയിക്കൂടെ വണ്ടിയാണ് പോകുന്നു കേട്ടോ, ഇച്ചിരി പേടിയൊന്നുമില്ല. ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് ഉച്ചവരെ അവിടെയാണ് കേട്ടോ. അതിൽക്കൂടെ അങ്ങനെ ചുറ്റി കണ്ടു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. തിരിച്ചു പോണ വയ്ക്കലേ ഏതായാലും കുറേ പോവാല്ലേ, ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയാണ് പോയി. പിന്നെ അവിടെ എത്തിയിട്ടാണ് ഞാൻ നീക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഞങ്ങളൊരു റോഡ് സൈഡിൽ നിന്നാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫുഡ് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചോറ്, പിന്നെ അതിക്ക് കോഴിക്കടായി, പിന്നെ ഒരു തരം ഉപ്പേരി, സാമ്പാർ, മോരുകറി, പിന്നെ ചുട്ടരച്ച മുളക് ചമ്മന്തി, അവിയൽ, ഇതൊക്കെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു സ്ഥലത്തായോണ്ടേ അവിടെ ഇവിടെ ഇരുന്നാണ്ടൊക്കെ കേട്ടോ ഫുഡ് കഴിക്കണത്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നല്ല വ്യൂ ആണ്. ഇതാണ് ഞങ്ങളെ ബസ്, V1 ചെറുപുഷ്പത്തിൻ്റെ ഒരു ബസ്സാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരു ഡാം കാണാനായിട്ട് പോകുന്നത്. അപ്പം ഇനി ഡാമും പിന്നെ അതിൻ്റെ ബാക്കി ഇന്നത്തെ ഒരു മൂന്നാമത്തെ ഒരു ഡേൻ്റെ ബാക്കി വീഡിയോസൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തണേ കേട്ടോ. ഇതൊരു പാർട്ട് 1 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ആക്കുക, ഒക്കെ സപ്പോർട്ടാക്കിട്ടോ.